ചീഫ് സെക്രട്ടറിയുമായുള്ള ഹിയറിംഗ് റെക്കോർഡ് ചെയ്യണമെന്ന എൻ പ്രശാന്ത് IAS ആവശ്യം തള്ളി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ലൈവ് സ്ട്രീമിംഗും റെക്കോർഡിംഗും ഉണ്ടാകില്ല. 16 ഹിയറിംഗിന് ഹാജരാകണം എന്ന് നിർദ്ദേശം. ഹിയറിംഗ് അച്ചടക്ക നടപടിയുടെ ഭാഗമല്ലെന്നും ചീഫ് സെക്രട്ടറി രേഖാമൂലം അറിയിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, എന്തായാലും എൻ പ്രശാന്തിന്റെ ആവശ്യം അംഗീകരിക്കില്ല. ഹിയറിംഗിന് 16 തന്നെ ഹാജരാകണം. രജിഷ, തീർച്ചയായും 16 ഉള്ള ഹിയറിംഗിൽ ലൈവ് സ്ട്രീമിംഗ് വേണം. തന്റെ ഓഡിയോ വീഡിയോ അടക്കം റെക്കോർഡ് ചെയ്യണമെന്നായിരുന്നു പ്രശാന്തിന്റെ ആവശ്യം. ആ ആവശ്യത്തോടാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി രേഖാമൂലം മറുപടി നൽകിയിട്ടുള്ളത്. ഹിയറിംഗ് അച്ചടക്ക നടപടിയുടെ ഭാഗമല്ല, അതുകൊണ്ട് തന്നെ ലൈവ് സ്ട്രീമിംഗോ റെക്കോർഡിംഗോ ഉണ്ടാകില്ലെന്നായിരുന്നു ചീഫ് സെക്രട്ടറി നൽകിയിട്ടുള്ള മറുപടി. പ്രശാന്തിന്റെ ആവശ്യപ്രകാരം കാര്യങ്ങൾ നേരിട്ട് കേട്ട് വിലയിരുത്തൽ മാത്രമാണ് ഈ ഹിയറിംഗിന്റെ ഉദ്ദേശമെന്നും ചീഫ് സെക്രട്ടറി രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഈ വിശദീകരണത്തോടുള്ള ഒരു മറുപടി എന്ന നിലയ്ക്ക് പ്രശാന്ത് വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് മാധ്യമങ്ങൾ പ്രശാന്തിന്റെ ഈ ഇത്തരത്തിൽ സ്ട്രീമിംഗ് വേണമെന്ന ആവശ്യത്തെ വിചിത്രം എന്ന തരത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് തനിക്ക് വിചിത്രമായി തോന്നിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രശാന്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. നിലവിൽ കോടതിയിൽ പോലും പല കേസുകളും ലൈവ് സ്ട്രീം ചെയ്യുന്ന സാഹചര്യമുണ്ട്. വിവരാവകാശ പ്രകാരം എല്ലാ വിവരങ്ങളും പൊതുജനത്തിന് അറിയാൻ അവകാശമുണ്ട്. സർക്കാർ മീറ്റിംഗുകൾ ലൈവ് സ്ട്രീം ചെയ്യുന്നു. അങ്ങനെ അത്തരത്തിൽ ലൈവ് സ്ട്രീമിംഗുകൾ ഇന്ന് സ്വാഭാവികമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. എന്നിട്ട് കൂടി ഇത്തരത്തിൽ മറച്ചു വെക്കുന്നത് എന്തിനാണ് എന്നാണ് സാമാന്യ ബുദ്ധിയുള്ളവർ ചോദിക്കുക എന്നാണ് പ്രശാന്ത് ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. സുതാര്യത എന്തിന് എന്ന ചോദ്യമാണ് വിചിത്രമെന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിപ്പിൽ പ്രശാന്ത് ചോദിക്കുന്നുണ്ട്. രജീഷ്, ശരി അർജുൻ.